കൊല്ലത്ത് ആ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഉടനെ തന്നെ അതിൽ ഒരു ആക്ഷനിലേക്കെല്ലാം പോയിട്ടുണ്ട്. മാനേജ്മെൻറ്റും അതുപോലെ തന്നെ സ്കൂളിൻ്റെ അധികാരികളും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഖ്യമായിട്ട് വരുന്നത് വെച്ചാൽ പൊളിച്ചു മാറ്റലാണ്, അതിനാണ് കാലതാമസം വരുന്നത്. അപ്പോൾ അത് ഇന്നിപ്പോൾ തീരുമാനിക്കും. കുറച്ചത് ഇപ്പോൾ കളക്ടർമാർക്ക് പ്രത്യേക അധികാരങ്ങളുണ്ടല്ലോ, അപകട നിലയിൽ നിൽക്കുന്ന മരങ്ങളും കെട്ടങ്ങളും പൊളിച്ചു മാറ്റുന്നതും. അപ്പോൾ അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പെട്ടെന്നാക്കാനുള്ളത് ഇതിനകത്താണ്. ഇതിൽ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ഇന്നലെ അത് ഇനി അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾ പലപ്പോഴും ഇന്നലെ മന്ത്രി പ്രസംഗ മധ്യേ തന്നെ പറഞ്ഞു അത് ഈ മുറുക്കാങ്കടയിലൊക്കെ വെച്ച് പോവുകയാണെന്ന്. അതിനെന്ത് സൊല്യൂഷനാണ് സർക്കാരിന് അതിന് മുമ്പിലുള്ളത്? നമുക്കതിന് ഒരു കൂട്ടായ ഒരു ചർച്ച ആ കാര്യത്തിൽ വേണം. കുറേ രക്ഷാകർത്താക്കൾ കുട്ടിക്ക് ഫോൺ നിർബന്ധമായിട്ട് കൊണ്ടുപോകണം, കുറച്ചുപേർക്ക് കൊണ്ടുപോകാം. കുട്ടിക്കാണെങ്കിൽ മൊബൈൽ ഫോൺ വേണം. നമ്മളിപ്പോൾ കുട്ടികളുടെ ആത്മഹത്യയുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ 50% മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള ആത്മഹത്യയാണ് ഉണ്ടാകുന്നത്. ഇത് വളരെ അപകടം ഉണ്ടാവുകയാണ്. ഇതിൽ കളികളൊക്കെ ഉണ്ടല്ലോ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് കളിയിനത്തിൽ കുട്ടി രക്ഷകർത്താവ് ഇത് പങ്കാളിയാണ്. അപ്പം അതുകൊണ്ട് എന്ത് വേണമെന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഓർഡറുണ്ട്, മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ വേണ്ടി പാടില്ലാത്തൊരു പുസ്തകമാണ്. ഈ ട്യൂഷനൊക്കെ പോകുന്ന സ്ഥലത്ത് ഇവിടുന്ന് രക്ഷകർത്താക്കൾക്കാണ് ഈ മൊബൈൽ ഫോൺ ആവശ്യം. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കുട്ടി എങ്ങോട്ട് പോകുന്നു, ട്യൂഷൻ സെന്ററിൽ ഇറങ്ങിയോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയോ, ബസ് സ്റ്റാൻഡിൽ വന്നോ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഇത് കൂട്ടുന്നത്. പക്ഷേ ഇത് വളരെ അപകടം ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അത് വളരെ ദുരുപയോഗം കുട്ടികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് രക്ഷാകർത്താക്കളോട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി പറ്റൂ. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ വലിയ തോതിൽ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അതിന് പ്രതിരോധമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ശൈലി അല്ലെങ്കിൽ അത്ര ഇതൊന്നും നിലവിലില്ല. അത്രത്തെ കാര്യത്തെ കുറിച്ച് വിദ്യാഭ്യാസം ആലോചിക്കുന്നുണ്ട്. ഈ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടുവരാൻ പറ്റുമെന്ന്. മൊബൈൽ അഡിക്ഷൻ മാത്രമല്ല, നമ്മുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ 1,92,000 വരുന്ന അധ്യാപകർ നമുക്കുണ്ട്. ആ മുഴുവൻ അധ്യാപകർക്കും വരാൻ പോകുന്ന മാസങ്ങളിൽ ഒരു മാസക്കാലം കൊണ്ട് അവർക്ക് പ്രത്യേക 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് കൊടുത്ത് അത് നമ്മളെല്ലാ സ്കൂളുകളിലും ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിരോധിക്കപ്പെട്ടിട്ടില്ല. അതിന് നിയന്ത്രണം വേണ്ടതുണ്ടോ? നമ്മുടെ ഈ നാട്ടിൽ എന്ത് നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒരു അഭിപ്രായം നമ്മുടെ അനുഭവം വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. നമ്മുടെ മകനോ മകളോ ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് താത്വികമായിട്ടൊക്കെ അതിനെ വിലയിരുത്താം, അതൊരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ ആ പ്രശ്നത്തിൽ വരുള്ളൂ. നമുക്ക് നമ്മുടെ കുട്ടികളുടെ നന്മ നോക്കിയാൽ മതി. അതിൽ താത്വികപരമായിട്ടും ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ട ഒരു കാര്യമില്ല. കുട്ടി ശരിയായിട്ട് വളർന്നു വരണം, അവന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ള ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഇങ്ങനൊരു ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. അവധിക്കാലം മാറ്റമെന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൽ നല്ലൊരു പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രതികരണങ്ങൾ ധാരാളം വരുന്നുണ്ട്. മാധ്യമങ്ങൾ തമ്മിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്, ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരു ചർച്ച നടന്നോട്ടെ, നന്നായിട്ടുള്ള ഒരു ചർച്ച നടക്കട്ടെ. ചർച്ച നടന്നിട്ട് നമുക്ക് എന്തായാലും നമുക്ക് വർത്തമാന കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുതിയ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. നമ്മൾ വീണ്ടും പഴഞ്ചൻ കാര്യങ്ങൾ തന്നെ നിന്നിട്ട് കാര്യമില്ല. ഉദാഹരണം ചെറിയൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, സിനിമയിലൊക്കെ വന്ന ഒരു ഐഡിയയാണ് ഈ ബാക്ക് ബെഞ്ചേഴ്സ്. നമ്മൾ സ്ഥിരം പറയും, ആ കുട്ടികളെ പറയും, നീ ഇരിക്കേണ്ടതല്ല. അങ്ങനെ പിറകെയിരിക്കാൻ വേണ്ടി 10-20 കുട്ടികളുണ്ടാവും. ഈ സാറിൻ്റെ ഒരു ശ്രദ്ധയും ആ കുട്ടികളുടെ പോയില്ല. ആ കുട്ടികൾ സിസ്റ്റം പോലെ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക, പിറകെ ഇറങ്ങി ഓടിപ്പോവുക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഉള്ള ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാതെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റൗണ്ടിലായാൽ എന്താ? അങ്ങനെ ആയാൽ നമുക്ക് ടീച്ചറിന് അങ്ങനെ അറ്റം വരെ പോകുന്നതിന് വേണ്ടിയും എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയും കഴിയും. ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച പല സ്കൂൾ കെട്ടിടങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ പഴയ കെട്ടിടങ്ങളിൽ അത് പ്രായോഗികമല്ല. കാരണം
വീതി നീളത്തിൻ്റെയും പ്രശ്നം വരും. അപ്പം അങ്ങനെയുള്ള നമുക്ക് പല പരിഷ്കാരങ്ങൾ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പം അതിനെ നമുക്ക് അതിൻ്റെ ഒരു നല്ല സ്ക്രിപ്റ്റിൽ എടുത്താൽ മാത്രമേ അതല്ല എൻ്റെ ഏറ്റവും പുറകെ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള നിലപാടെടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഒരു കാര്യം ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. 60 വീട്ടിലുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നിലമ്പൂരിലും മലപ്പുറത്തും ഉണ്ടായിരുന്നല്ലോ. എന്നെ കാണാൻ വേണ്ടി ഒരു 10-50 ആൾക്കാർ വന്ന ആൾക്കാർ മുഴുവൻ +1 ഇപ്പോൾ ഇന്ന സ്ഥലത്ത് സ്കൂൾ ക്ലാസ് ഒഴിഞ്ഞിടക്കുകയാണ്, സീറ്റ് ഒഴിഞ്ഞിടക്കുകയാണ്. അതെല്ലാം വളരെ പാവപ്പെട്ടവരും വളരെ ഭിന്നശേഷിയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവിടെ ഹെഡ് മാസ്റ്റർ കത്തുമുണ്ട് 60 കുട്ടികളുണ്ട്. പക്ഷേ ഈ അപേക്ഷയായിട്ട് വന്ന കുട്ടിയെ കണ്ടാൽ നമുക്ക് മനുഷ്യത്വപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പെഷ്യൽ ഓർഡർ കൊടുക്കുക. സ്പെഷ്യൽ ഓർഡർ നിയമത്തിലൊന്നുമില്ല, എന്നാലും ഒരു നിർദ്ദേശം കൊടുക്കേണ്ടി വരും അവരെ പരിഗണിക്കാൻ വേണ്ടി. ഈ പറഞ്ഞത് ശരിയാണ്. നമുക്കത് ഭാവിയിൽ നമുക്ക് അതിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നത് മാത്രമേ ഇപ്പം പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം ടീച്ചർമാർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികളെല്ലാം. അത് പിന്നെയാണ് ഇത് ഇങ്ങനെയുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ സിവിൽ സർവീസ് നേരെ കൊണ്ട് പോകാൻ പറ്റൂ. നന്നായി തന്നെ കാര്യങ്ങൾ കൃത്യനിഷ്ഠയോട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ ജാതി ആൾക്കാരുണ്ട്. ഇത് ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇത് അന്വേഷിച്ചത്. ഇതിപ്പോൾ ഒരു ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരാണ് ഒരു ടീം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഡോക്ടർ വാസുകി IAS പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരടങ്ങിയ ഒരു ടീം ഒരാഴ്ചക്ക് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് തേടുന്നുണ്ട്. തേടി ഒരു കർശന നടപടിയിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് ആലോചിച്ചിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ വേണ്ടി പോകും. ഈ താൽക്കാലിക അധ്യാപകർക്ക് മാസങ്ങളായി ശമ്പളം കിട്ടുന്നൊരു പ്രശ്നമാണ്. കഴിഞ്ഞ അക്കാദമിക് ശമ്പളം വരെ ഇപ്പോൾ ആഗസ്റ്റായിട്ട് ലഭിച്ചിട്ടുണ്ട്. മലപ്പുറത്തെ DO ഓഫീസിൽ ജീവനക്കാരില്ല. ഹയർ സെക്കൻഡറി അല്ല, ഹൈസ്കൂൾ LP-UP ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മലപ്പുറത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അവിടെ ആളില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഫയലുകളൊക്കെ പെൻഡിങ് ആയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ അക്കാദമിക് ശമ്പളം പോലും കാശ് കൊടുക്കാൻ തയ്യാറായിരുന്നാലും ആ കാശ് വാങ്ങിക്കൊടുക്കുന്നതിനുള്ള നടപടികൾ ഈ ഓഫീസ് ഇരിക്കുന്നവർ ചെയ്യുന്നില്ല. അപ്പൊ ഇതിലൊരു വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ചർച്ച ചെയ്യട്ടെ, വിവാദമാണെങ്കിലും ചർച്ച ചെയ്യുന്ന പ്രശ്നമല്ല. ഈ DO-മാർ, AEO-മാർ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, RDD എന്ന് പറഞ്ഞ ഹയർ സെക്കൻഡറി കാര്യം നോക്കുന്നത് ഇവരാണല്ലോ ജില്ലയിൽ ഭരണത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ. ഇവരെല്ലാം പ്രൊമോഷൻ പോസ്റ്റിലൂടെ വരുന്നവരാണ്. അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവ് പലപ്പോഴും എനിക്ക് കഴിഞ്ഞ 4 വർഷക്കാലത്തായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പല കാര്യങ്ങളും ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ചർച്ച നിൽക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ അവർക്ക് ഇത്തരം അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനത്ത് വരുന്ന അധ്യാപകർക്ക് ഒരു 6 മാസക്കാലം നിൽക്കുന്ന ട്രെയിനിങ് എങ്കിലും കൊടുത്ത ശേഷം മാത്രമേ ഈ ജോലിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറയുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പുതിയ IAS KIS ഉണ്ടല്ലോ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ധാരാളം ആൾക്കാരെ കിട്ടും. അവരൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് പരിചയമുണ്ട്. അവരെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് 4-5 പേരുണ്ട്. 5 പേര് ഇപ്പോൾ തന്നെ 5-7 പേര് ഇപ്പം തന്നെ ഉണ്ട്. അവർ ഇവിടെ. അപ്പൊ ഇത് ഒരു പൊതുവിൽ വരുന്ന ഒരു അഭിപ്രായം ആണ്. ഈ എയ്ഡഡ് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക നിയമനത്തിന് ഒരു ഗവൺമെന്റ് നോമിനിയായി ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു ചട്ടമുണ്ടല്ലോ. ഗവൺമെന്റ് നോമിനി പോകണം. അത് എന്തുകൊണ്ടാണ്? കാരണം ആ ഗവൺമെന്റ് നോമിനി വരുന്നത് ഇവരുടെ യോഗ്യത പരിശോധിക്കാനും അതിന്റെ വിലയിരുത്താൻ വേണ്ടിയാണ്. പക്ഷെ അത് ഈ മാനേജറിൽ നിന്ന് പൈസ വാങ്ങാനുള്ള ഒരാളായി മാത്രമായി മാറുന്ന സാഹചര്യം നിലവിലുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം? പൈസ വാങ്ങുന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഗവൺമെന്റ് നോമിനി പോകുന്നത് അവിടുത്തെ ഇന്റർവ്യൂ ബോർഡിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ പരിശോധിക്കപ്പെടേണ്ടത്. അതെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കപ്പെടാൻ വേണ്ടി പോകുന്നതാണ്. പൈസയുടെ കാര്യം എനിക്കറിയില്ല. രഹസ്യമായിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം. അത് വളരെ വേഗതയിൽ പോവുകയാണ്. ഇന്ന് ഒരു മലയാള പത്രം ഏറ്റവും ഫ്രണ്ട് പേജിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. വളരെ തിരുവനന്തപുരത്തിൻ്റെ വാർത്തയാണ്.
കാതർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് വേഗതയിൽ പോവുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്ക് മുമ്പ് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഈ മലപ്പുറം MSP സ്കൂൾ ആഭ്യന്തരവകുപ്പ് നിയമനം സർക്കാർ ഏറ്റെടുത്തത് അതിന്റെ കാര്യം മലപ്പുറം MSP അതെ പോലീസിന്റെ നിയന്ത്രണത്തിലായി. എന്താ അറിയേണ്ടത് കൃത്യമായി എനിക്ക് പറയാം. കൃത്യമായി എനിക്ക് അറിയില്ല. എന്താ അറിയുന്നത് വരുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പ്രശ്നമുണ്ടോ? കായികമേളയിൽ പിന്നെ അവരുടെ സേവനത്തെ കുറച്ച് കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കമ്മിറ്റി യോഗം കൂടി തീരുമാനിച്ചിട്ടുണ്ട് 300 അധ്യാപകർക്ക് 300 കുട്ടികൾക്ക് ഒരു അധ്യാപനം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇറക്കിയാൽ മാത്രം മതി. 17 അധ്യാപകർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൊടുക്കാമെന്ന് പറഞ്ഞു. പുതിയ അധ്യാപകരെ എടുക്കുന്നവരെ ഇപ്പോൾ നടപ്പുള്ള കാര്യമില്ല. ഇപ്പോൾ ഉള്ള അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണും. അവരിതിലൊക്കെ സഹകരിക്കാൻ വേണ്ടി ഞാൻ അവരുടെ പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം വലിയ വിവാദമായിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഫണ്ട് നൽകുന്നതിനെ പോലെ തന്നെ ഫണ്ട് നൽകുന്നതിനൊക്കെ പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ നൽകാവുന്ന പരാമർശം അത് പുതിയതൊരു വിമർശനത്തിന് അടൂർ ഗോപാലകൃഷ്ണന്റെ അഭിപ്രായം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം സജി ചെറിയൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഗവൺമെന്റ് അതിൽ ഉറച്ചു നിൽക്കുക. ഈ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ആദ്യം തീരുമാനം എടുത്തതിന് ശേഷം പിന്നെ ഈ ചർച്ച നടത്തിയെന്ന് പറഞ്ഞ്, പക്ഷെ അത് വിഷയങ്ങളൊക്കെ പരിഹരിച്ചെങ്കിൽ പോലും അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നാട്ടിലുള്ള എല്ലാവരോടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണസമിതിയുള്ളത്. ആ ഭരണസമിതി കാര്യങ്ങൾ ഗവൺമെൻറ് കാര്യങ്ങൾ തീരുമാനിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ പൊതുജനാഭിപ്രായം തേടേണ്ടതിട്ടുണ്ടെങ്കിൽ അത് തേടുന്നതിന് തെറ്റില്ല. അല്ലാതെ ദിവസവും രാവിലെ എണീറ്റിട്ട് ഓരോ വിഷയങ്ങളും ആരെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എല്ലാം വിളിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രീതി ഇല്ലല്ലോ ഒരു ഗവൺമെൻറ്. അങ്ങനെ പിന്നെ തെരഞ്ഞെടുപ്പൊന്നും വേണ്ടില്ല. സ്കൂൾ പാചകത്തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങിയതായ പരാതി ശമ്പളം കഴിഞ്ഞ ഒരു മാസത്തെ കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക കൊടുത്തു തീർക്കും. അത്തരം വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും ശമ്പളം മുടക്കുന്നില്ല. ചിലപ്പോൾ ഒരു 5-10 ദിവസം മുടക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉച്ചഭക്ഷണം തന്നെ ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയി, മലപ്പുറത്തുമൊക്കെ പോയ സ്കൂളുകളൊക്കെ തന്നെ കുട്ടികളോട് ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ കാര്യങ്ങൾ നടന്നു പോവുകയാണ്. പുതിയ മെനു ആണല്ലോ, ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികൾ. പിന്നെ ഈ എണ്ണം കുറഞ്ഞ സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ 8 രൂപ പെർ ഹെഡ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടമുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് കണക്കം അവതരിപ്പിച്ചുകൊണ്ട് ഒരു അധ്യാപക സംഘടനയും ഒരു അധ്യാപകനോ ഒരു HMO എനിക്ക് പരാതി ഇതുവരെ തന്നിട്ടില്ല. അതിലങ്ങനെ ചിലവൊന്നും കൂടുന്നില്ല. അതിൽ ഈ 1 മുട്ടയുടെ 2 ബാക്കിയെല്ലാം നമ്മൾ പിന്നെ പച്ച എന്താ പറയാ ആയുർവേദ ഗുണമുള്ള പിന്നെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്ന പച്ചക്കറിയും മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ കൂടുന്നില്ല. വിദഗ്ധ ചമ്മന്തി അരയ്ക്കുന്നതിന് വിദഗ്ധ തൊഴിലാളി ആവശ്യമില്ല. ഇതൊക്കെ ഫ്രൈഡ് റൈസും ലെമൺ റൈസും ഒക്കെ ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരാണ്. അത് പ്രശ്നമാണ്. DLED അപേക്ഷ ഓൺലൈനാക്കുന്ന നേരത്തെ സർക്കാർ പറയുന്നത്. പക്ഷെ ഇത്തവണ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അത് ഓഫ്ലൈനായിട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത്. കാതുകുത്താൻ വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന്. പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചതെനിക്കാണ്. കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു. ചെറുവിരലുകളാൽ അവയെ തൊട്ടുനോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു. കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട്, സ്നേഹത്തിന്റെ ഭംഗിയുണ്ട്. ജൂലൈ 15 മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ. കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും.